ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ്. ക്യാരറ്റ് വളരെയധികം ഹെൽത്തി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ക്യാരറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് എങ്ങനെയാണ് ഈ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുവാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് വെന്ത് കിട്ടും. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ്. അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുവാനായിട്ട് ഈ ക്യാരറ്റ് നല്ല ഹെൽപ്ഫുള്ളാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഈ പാലിൽ കിടന്ന ക്യാരറ്റ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കിട്ടണം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ക്യാരറ്റിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു പാക്കറ്റ് പാല് ഇതുപോലെ ഐസ് ക്രിസ്റ്റലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിൽക്കിൻ്റെ ഈ ക്രിസ്റ്റൽസ് ചേർക്കുമ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കൂൾ ബാറിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.